ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് മോട്ടോ ട്രാവലർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കമൻറ്റിൽ അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് എല്ലാവരും ചോദിക്കണ പോലെ തന്നെ ഇതിൻ്റെ എത്ര മൈലേജ് കിട്ടുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ മൈലേജ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മൈലേജ് ടെസ്റ്റിംഗ് ക്യാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആമസോണിൽ വാങ്ങിച്ചാണ്. അതുകൊണ്ട് 300 രൂപ 320 രൂപ അത്രയും കണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു 250 മില്ലി, അത് 4 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് വണ്ടി എത്ര ഓടും നോക്കാം. അപ്പോൾ ഇന്നത്തെ മൈലേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓടിക്കലല്ല, ലോക്കൽ എങ്ങനെ നമ്മൾ ഓടിക്കുന്നത് വെച്ചാൽ അതുപോലെയാണ്. അതായത് അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ലോക്കൽ റോട്ടിക്കടൊക്കെ ഓടിക്കില്ലേ, അപ്പോൾ കിട്ടുന്ന മൈലേജ് ഇന്നത്തെ ടെസ്റ്റിങ്. അപ്പോൾ വണ്ടി മൈലേജിന് വേണ്ടി നമ്മൾ ട്യൂൺ ചെയ്തിട്ടില്ല. ഒരു മീഡിയം പവറും എന്നൊരു മീഡിയം മൈലേജും കിട്ടുന്ന മീഡിയം രീതിയിലുള്ള ട്യൂണിങ്ങാണ്. പൾസർ 220 കാർബറേറ്ററാണ് നമ്മൾ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കാർബറേറ്റർ മാറ്റിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജെറ്റും സാധനങ്ങളൊക്കെ കുറേ കംപ്ലൈൻ്റ് ആയിപ്പോയി, ഡയഫ്രം മാറ്റി റെഡി ആയില്ല. അപ്പോൾ ഫിറ്റിങ്ങും കാര്യങ്ങളും റണ്ണിങ്ങൊക്കെ സക്സസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് മൈലേജ് എത്ര ഇട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 250 മില്ലി പെട്രോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പെട്രോൾ ടെസ്റ്റിംഗ് ക്യാനിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിലുള്ള പെട്രോൾ മൊത്തത്തിൽ തീർക്കണം. അതുകൊണ്ട് നമ്മൾ പെട്രോൾ വാൽവ് ഓഫ് ചെയ്തിട്ട് കാർബറേറ്ററിൽ മൊത്തം തീർക്കണം, വണ്ടി ഓൺ ചെയ്തിട്ട്. അപ്പോൾ മൊത്തം തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഓസോടെ ഫിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് കാർബറേറ്ററിലോട്ട് കൊടുത്തിട്ട് നമുക്ക് വണ്ടി എത്ര ദൂരം ഓടുന്നൊക്കെ നോക്കാം. അപ്പോൾ 250 മില്ലി എടുത്താണ്. അപ്പോൾ 250 മില്ലിയും കൊണ്ട് നമുക്ക് എന്തോരം ഓടും നോക്കാം. അപ്പോൾ നമ്മുടെ പെട്രോൾ വണ്ടിയിൽ മൊത്തം തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, തന്നെ ഓഫായിട്ടുണ്ട് വണ്ടി. അപ്പോൾ പെട്രോളൊക്കെ തീർന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഓസ് ഡയറക്റ്റ് കാർബറേറ്റർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പെട്രോളല്ല നമ്മുടെ ട്രിപ്പ് മീറ്റർ 0 ആക്കണം. ട്രിപ്പ് മീറ്റർ 0 ആയിട്ടുണ്ട്. നമുക്ക് ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഓടും നോക്കാം. അപ്പോൾ ഈ ഓസ് നമുക്ക് ഇനി ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാം. അതുകൊണ്ട് അതിന് നമുക്ക് കാർബറേറ്ററിൽ നിന്ന് മറ്റേ ഓസ് ഊരിയെടുക്കാം, അല്ല വാൽവിൽ നിന്ന് ഓസ് ഊരിയെടുക്കാം. അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പെട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടീഷനുണ്ട്. അയ്യോ, ഞാനേ ഈ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ ഒരു വീഡിയോ എടുത്താളെ വരാം. എത്ര കിലോമീറ്റർ ഓടുന്നോട്ടെ, എന്നിട്ട് നിൻ്റെ വണ്ടി നോക്കാം. ഈ മൊത്തം മൈലേജ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് ലോക്കൽ എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്ന പറയാം. ലോക്കൽ റൈഡിങ്ങിലുള്ള മൈലേജ് ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ നാട്ടുമ്പുറത്തേക്കുള്ള ചെറിയ ചെറിയ വഴികളാട്ടോ. അപ്പോൾ ഹൈവേക്കുള്ളൊരു റൈഡിങ് ടെസ്റ്റ് അല്ല. നമുക്ക് ലോക്കൽ എത്ര കിട്ടും നോക്കാം മൈലേജ്. അപ്പോൾ വഴി മൊത്തം അത്യാവശ്യം നല്ല കുണ്ടും കുഴിയാണ്. ഗിയറൊക്കെ ഡൗൺ ചെയ്താണ് പോണത്. അപ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്തെ വഴിയാണ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എയർപോർട്ടിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വഴി കിട്ടും. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറകുവശത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയർപോർട്ടൊക്കെ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യണതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വണ്ടി ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ വന്ന സ്ഥലമുണ്ട്. ഇവിടെ ഒരു പാരൽ റോഡ്, 2 റോഡുണ്ട്. നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ അതിൽ നമുക്ക് വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് വണ്ടി ഓടിക്കാം. എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വഴി എവിടെയുള്ളൂ, അത് തിരിക്കാം. ഇനി അങ്ങ് അറ്റം ദൂരം വരെ നല്ല സ്ട്രൈറ്റ് വഴിയാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ പാരലായിട്ടുള്ള റോഡാണ്. നല്ല സ്ട്രെയിറ്റ് റോഡാണ്.
അപ്പോൾ ഞാൻ വണ്ടി റിവ്യൂ ചെയ്യാനൊക്കെ ഉണ്ട് ഇവിടെ വരുന്നത്. ഇവിടെ എയർപോർട്ടിൽ ഒരു ടവറൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നിർത്തിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 6.1 കിലോമീറ്റർ 6 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോളിൻ്റെ അളവ് ഇത്രയായിട്ടുണ്ട്. അത് നമുക്ക് ബാക്കി പോയി നോക്കാം. ഇപ്പോൾ ഇടയ്ക്കുന്ന് വണ്ടി നിർത്തിയതാണ്. 6 കിലോമീറ്റർ ആയപ്പോൾ ജസ്റ്റ് നിർത്തിയിട്ട് പെട്രോളിൻ്റെ അളവ് കാണിച്ചാണ് കേട്ടോ. നമുക്ക് തിരിച്ചു പോകാം. അത് നല്ല റോഡിലെത്തി, മെയിൻ റോഡ്. ഈ കനാലിനെ കൂടെ പോയി നോക്കാം. അതൊക്കെ ഉള്ളം വഴികളാണ്, ഉള്ളം വഴികൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലോക്കൽ റൈഡിങ്ങിൽ എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഹൈവേ റൈഡിങ് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഒരു റൈഡ് പോകുമ്പോൾ നമുക്ക് ഹൈവേ റൈഡിങ് മൈലേജ് എത്ര കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ലോക്കൽ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന മൈലേജ്. അന്നേ ഒരു പട്ടി, അവൻ എവിടെ നിന്ന് വന്നാവോ, എവിടെ നിന്നോ ഒരു പട്ടി. ഒരു സന്നാസിൽ പെട്രോൾ തീർന്നത്, ക്യാനിൽ പെട്രോൾ മൊത്തം തീർന്നുണ്ട്. ഈ ട്യൂബിലെ പെട്രോൾ മാത്രമേ ഉള്ളൂ. ഏകദേശം വണ്ടി 8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പെട്രോൾ തീരാറായിട്ടുണ്ട്. എന്തോരം ഓടുമെന്ന് അറിയില്ല. ഏകദേശം തീർന്ന് പെട്രോള്. ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ പെട്രോളൊക്കെ തീർന്നുണ്ട്. 9.5 കിലോമീറ്ററാണ് ഓടിയത്. ലോക്കലാണ്. അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തി, 4-5 പ്രാവശ്യം വണ്ടി നിർത്തി. പെട്രോള് മൊത്തം കാലിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9.5, അപ്പോൾ 250 മില്ലിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി 9.5 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പോൾ 9.5 × 4 എന്ന് പറഞ്ഞാൽ 38 കിലോമീറ്ററാണ് ലോക്കൽ മൈലേജ്. അപ്പോൾ ലോക്കൽ മൈലേജിന് 38 കിലോമീറ്ററാണ്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഓടിച്ച് അവിടെ ഒരുപാട് സ്ഥലത്ത് നിർത്തി. നമ്മുടെ നാട്ടിൻപുറത്ത് എങ്ങനെ ഓടിക്കുന്ന മൈലേജിന് വേണ്ടിയിട്ടല്ല, നാട്ടിൻപുറത്ത് എങ്ങനെ ഓടിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ ഓടിച്ചിട്ടാണ് ഇത്രയും മൈലേജ്. പിന്നെ അത് നമ്മൾ എൻജിൻ ട്യൂൺ ചെയ്തേക്കുന്നത് മൈലേജിന് വേണ്ടിയിട്ടുള്ള ട്യൂണിംഗ് അല്ല കേട്ടോ. അത് ഒരു മീഡിയം ലെവലിലാണ് നടക്കുന്നത്. മൈലേജിനുള്ള ട്യൂണിങ്ങാണ്. ഏകദേശം 40 മുകളിൽ കിട്ടും. ഫ്ലൈറ്റ് പോകണുണ്ടോ? ഒരു ഫ്ലൈറ്റ് പോയതാണത്. ഇപ്പോൾ വണ്ടിക്ക് മൈലേജിനുള്ള ട്യൂണിങ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് അത്യാവശ്യം 40 മൈലേജ് ലോക്കൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ മൈലേജിലുള്ള ട്യൂണിങ് അല്ല, ഒരു അത്യാവശ്യം പവറും അത്യാവശ്യം മൈലേജുള്ള രീതിയിൽ. അപ്പോൾ ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ 40-42 കിട്ടും. അപ്പോൾ നമുക്കിനി ഹൈവേയിൽ ഓടിച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ലോക്കൽ മൈലേജ്. ഇപ്പോൾ ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് പെട്രോൾ ഓസ് കണക്ഷൻ സമയത്ത് കുറച്ച് പോയായിരുന്നു. അപ്പോൾ നമുക്ക് നോർമൽ കണ്ടീഷൻ ഒരു 40 കിലോമീറ്റർ പ്ലസ് ഇപ്പോൾ 1-2 ഉണ്ടാവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിൽ. ആ വീഡിയോ കാണാത്തതുകൊണ്ട് പോയി കണ്ടിട്ട് വരാം.